ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അസിസ്റ്റൻറ്റ് കമ്പൈലറിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2021 മെയിൻ 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ഹാവ് കട്ട് ഓൾ ദ ടെലിഫോൺ വയേഴ്സ്. ദ പാസീവ് വോയിസ് ഓഫ് ദി എബവ് സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് ഹാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാവ് വന്നതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് വരുന്നത്? ഹാവ് അല്ലെങ്കിൽ ഹാസ് വന്നു കഴിഞ്ഞാൽ ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് B3 ആണ് വരുന്നത്. ഹാവ് അല്ലെങ്കിൽ ഹാസ് വന്നാൽ എന്താണ്? പ്ലസ് ബീൻ പ്ലസ് V3 ഫോമാണ് വരുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഹാവ് ബീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ബിക്കകത്ത് മാത്രമേ ഹാവ് ബീൻ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓൾ ടെലിഫോൺ വയേഴ്സ് ഹാവ് ബീൻ കട്ട്. നെക്സ്റ്റ് വൺ, the idiom a bolt from the blue means. The idiom a bolt from the blue means a sudden and unexpected event or news. The idiom a bolt from the blue means a sudden or unexpected event or news. The building is dash the river. റിവറിന് അരികെയാണെന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? അരികെ എന്നുള്ളതിന് ഏതാ യൂസ് ചെയ്യുന്നത്? ബിസൈഡ് ഉണ്ട്, ബിസൈഡ്സ് ഉണ്ട്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ. ബിസൈഡിൻ്റെ മീനിങ് അരികെ. The building is beside the river. Next one, the angry passengers held up the bus. The meaning of the phrasal verb held up. Held up in the meaning കറക്റ്റായിട്ട് വരുന്ന ഏതാ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആംഗ്രി പാസഞ്ചേഴ്സ് സ്റ്റോപ്പ് ദ ബസ് ബൈ ത്രെറ്റ്സ്. ഹെൽഡ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിലേ എന്നുള്ള മീനിങ്ങിലാണ് ഹെൽഡ് അപ്പ് വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ആംഗ്രി പാസഞ്ചേഴ്സ് സ്റ്റോപ്പ് ദ ബസ് ബൈ ത്രെറ്റ്സ്. ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഓൺ എ ടൂർ. എലോങ് വിത്ത് വന്നു കഴിഞ്ഞാൽ എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, അക്കമ്പനേഡ് ബൈ, ലൈക്ക്, അൺലൈക്ക്, എക്സെപ്റ്റ്, റാദർ ദാൻ, മോർ ദാൻ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് വരുന്നത്. ഇവിടുത്തെ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലറേ വരികയുള്ളൂ. അപ്പോൾ ഈസേ വരത്തുള്ളൂ. ING വരുന്നതിന് മുമ്പ് ഈസ് അല്ലെങ്കിൽ ആറാണ്. ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ ആയതുകൊണ്ട് ഈസ്. ഷീ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം യാ എന്ന സൗണ്ടിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേർഡ് വന്നാലും അത് നമുക്ക് മലയാളത്തിലേക്ക് എഴുതി നോക്കുമ്പോൾ വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യേണ്ടത്. സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ അതിനാണ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദ ഹൗസ്. ഇഫ് യു, ഇവിടെ വുഡ് ഷോ, വുഡ് പ്ലസ് V1 ഫോമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? V2 ഫോം ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ കെയിമാണ് വരേണ്ടത്. ദ സിനണിം ഓഫ് മസ്റ്റർ ഈസ്. മസ്റ്ററിൻ്റെ മീനിങ് എന്താണ്? സിനണിം ഓഫ് മസ്റ്റർ ഈസ് ഗ്യാദർ. സിനണിം ഓഫ് മസ്റ്റർ ഈസ് ഗ്യാദർ. എ പ്ലേസ് വെർ വൈൽഡ് ആനിമൽസ് ലിവ്. വൈൽഡ് ആനിമൽസ് താമസിക്കുന്ന എവിടെയല്ല? കെനലിൽ ഏതാണ്? ഡോഗ് താമസിക്കുന്നതാണ് കെനലിൽ. ബേർഡ്സ് താമസിക്കുന്ന എവിടെയാണ്? ബേർഡ്സ് എ പ്ലേസ് വെർ ബേർഡ്സ് ആർ കെപ്റ്റ്. ബേർഡ്സ് താമസിക്കുന്നതാണ് ഏവിയറി. ഏവിയറി, എ പ്ലേസ് വെർ ബേർഡ്സ് ആർ കെപ്റ്റ്. സ്റ്റൈ അല്ലെങ്കിൽ പെൻ എന്ന് പറഞ്ഞാൽ പിഗ് താമസിക്കുന്നതാണ്. സ്റ്റൈ ഓർ പെൻ എന്താണ്? പിഗിന് ഇടുന്ന സ്ഥലമാണ്. എ പ്ലേസ് വെർ പിഗ്സ് ആർ കെപ്റ്റ് ആണ്. സ്റ്റൈ ഓർ പെൻ, PEN ആണ്. സ്റ്റൈ ഓർ പെൻ, PEN. എ പ്ലേസ് വെർ വൈൽഡ് ആനിമൽസ് ലിവ്, LIAR, ലയർ. ഏവിയറി എന്താണ്? എ പ്ലേസ് വെർ ബേർഡ്സ് ആർ കെപ്റ്റ്. സ്റ്റൈ ഓർ പെന്ന്, എ പ്ലേസ് വെർ പിഗ്സ് ആർ കെപ്റ്റ്. ദ ആൻറ്റണിം ഓഫ് ഇമ്പൾസീവ്. ഇമ്പൾസീവിൻ്റെ ആൻറ്റണിം എന്താണെന്നാണ് ചോദിച്ചത്? ഇമ്പൾസീവ്.
ഇമ്പൾസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശത്തോടെ ചെയ്യുക, ഭയങ്കര ജാഗ്രതയോടെ ചെയ്യുന്നതിനാണ് കോഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റണിം ഓഫ് ഇമ്പൾസീവ് ഈസ് കോഷ്യസ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.